ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശ്രീ പാലോട് സന്തോഷ്, ADGP RSS കൂടിക്കാഴ്ച, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. PV അൻവറും അത് പറഞ്ഞു. PV അൻവറിന്റെ പക്ഷേ മുന്നിൽ തെളിവില്ല എന്ന് പറയുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ എന്താണ് നിലപാട്? ഇത് വളരെ വ്യക്തമാണല്ലോ സ്മൃതി. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ ഗവൺമെന്റിനും വളരെ വ്യക്തമായി ഇതിന്റെ ഗൂഢാലോചനകൾ മുഴുവൻ അറിയാം, ഇതിന്റെ അഴിമതി കഥകൾ മുഴുവൻ അറിയാം. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വരുന്ന സമയങ്ങളിൽ എല്ലാ അർത്ഥത്തിലും ശിവശങ്കറും അതുപോലെ തന്നെ ഈ അജിത് കുമാറുമാണ് എല്ലാ കാര്യങ്ങൾക്കും, കള്ളക്കടത്ത് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നാല് കേസാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കുന്നത്. ഒരു സാമാന്യ ബോധമോ വിവരവുമുള്ള ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ ഒരു പാർട്ടിയോ ഒരു മുന്നണിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണ്ടേ? മാറ്റി നിർത്തിയിട്ട് അന്വേഷണം കൊണ്ടുവരണ്ടേ? അതുപോലെ മറ്റൊരു ഗൂഢാലോചന ആലോചിക്ക്. PV അൻവറിനെതിരെ ഇപ്പൊ അരുൺ ഉൾപ്പെടെയുള്ളവർ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ. PV അൻവർ കത്ത് കൊടുത്തു, അതിൽ ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു, അതെല്ലാം അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അത് പരിശോധിച്ചിട്ട് എന്താ പാർട്ടി പറഞ്ഞത്? തൽക്കാലം നിങ്ങളൊന്നും പറയരുതെന്നാണ്. അപ്പോൾ അതുവരെ അൻവർ ഒരു തെറ്റുകാരനല്ല. പക്ഷേ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അദ്ദേഹം ഉന്നയിപ്പിച്ച ആരോപണങ്ങളിൽ വ്യക്തമായി മറുപടി കൊടുക്കാതെ ഗൂഢാലോചനയ്ക്ക് സംരക്ഷണം കൊടുക്കുന്ന വാക്കുകളും വചനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? PV അൻവർ ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞു. ഈ PV അൻവർ ഇപ്പൊ പുറത്തു പറഞ്ഞില്ലായിരുന്നെങ്കിൽ CPM-ന് PV അൻവർ നല്ല വ്യക്തിയാകുമായിരുന്നു. അപ്പോൾ ചില യാഥാർത്ഥ്യങ്ങളാണോ യാഥാർത്ഥ്യമല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒത്തിരി ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെ ഇപ്പോഴും ആ ADGP സ്ഥാനത്ത് ഇരുത്തിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ശ്രീ പാലോട് സന്തോഷ് അല്ല, അത് പറഞ്ഞോട്ടെ. അത് പറഞ്ഞിട്ട് അൻവർ തന്നെ പറഞ്ഞല്ലോ തെളിവൊന്നുമില്ലെന്ന്. അത് നിങ്ങൾ പറഞ്ഞോട്ടെ, അത് അന്വേഷിക്കട്ടെ. അത് അപ്പോഴല്ലേ. ഇപ്പൊ ഇവിടെ എന്താണ് അന്വേഷിച്ചാൽ ശിക്ഷിക്കേണ്ട കുറ്റമാണോ നിങ്ങളെ സംബന്ധിച്ച്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ. P ശശിക്കെതിരെ അന്വേഷണം വേണമെന്ന് ആരോപണം ഉന്നയിച്ചു. ആരാ അന്വേഷിച്ചത്? നമ്മുടെ CPM-ന്റെ സഹായാത്രികനായ MLA. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നേ ഉള്ളൂ. ആ PV അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയങ്ങളിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞത്. ഇതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ? P ശശിക്കെതിരെ ആരോപണം വന്നു. പാർട്ടി മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം വിശ്വസ്തരാണെന്ന്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞത്? അദ്ദേഹത്തിനെതിരെ ആരോപണം അന്വേഷിക്കുമെന്ന്. പാർട്ടി മുഖ്യമന്ത്രി വീണ്ടും എന്താ പറഞ്ഞത്? അന്വേഷണം ഇല്ല എന്ന്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താ? ഇതൊരു ഗൂഢാലോചനയുടെ ഒരു ഗൂഢസംഘമാണ്. ഇത് തൃശൂർ പൂരമല്ല, ഇതിപ്പോ നടക്കുന്ന അഴിമതി പൂരമാണ്. കേരളത്തിലെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തുന്ന അഴിമതി പൂരമാണ്. ഇത് വരാൻ പോകുന്ന ഒന്നും രണ്ടുമല്ല. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. CPM-ലുള്ള നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ എത്ര മുഖ്യമന്ത്രിമാർ LDF-ലൂടെ ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ അരുൺ പറഞ്ഞു ഒരുപാട് വേദന യാതനയൊക്കെ അങ്ങനെ അനുഭവിച്ച ലക്ഷക്കണക്കിന് സഹാക്കൾ ഇപ്പൊ പുറത്താണ്. വരെ ഒരു നിരവധി തവണ 55-60 കേസ് പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ ഇപ്പോൾ ഉള്ളവർ അവരെല്ലാം ഈ മുന്നണിക്കും അല്ലെങ്കിൽ പാർട്ടിക്കും ഒക്കെ പുറത്തായി. കാരണം എന്താ? നിങ്ങൾ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. നിങ്ങൾ കോർപ്പറേറ്റുകളുടെ താല്പര്യ സംരക്ഷകരായി. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് പറഞ്ഞപ്പോ സർവ്വരാജ്യ മുതലാളിമാരെ സംഘടിപ്പിക്കുന്നു അല്ലെ? നിങ്ങൾ കൊയ്യും വയലുകളെല്ലാം നിങ്ങളുടേതാവും പങ്കിളിയെ. ഇപ്പൊ എന്താ? നിങ്ങൾ കൊയ്യും വയലുകളെല്ലാം ഞങ്ങളുടേതായി. ഒരു മുതലാളിത്തത്തിലേക്ക് എത്രയോ വർഷങ്ങളായി ഇന്ത്യയിൽ തന്നെ. താങ്കൾ BJP-യിലേക്ക് വന്നത് ഇടത് സഹയാത്രികനായിരുന്നു, തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി അതിന്റെ യൂത്തിന്റെ LDF കൺവീനറായിരുന്ന ഞാളാണ്. 55 കേസിൽ പ്രതിയായിരുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് അത് വിട്ടു? അത് നയങ്ങളിൽ നിന്നും പുറകോട്ട് പോയി. പണ്ട് ഇങ്ങനെയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? ഇങ്ങനെ വിഷയം വന്നാൽ വ്യക്തമായ അഭിപ്രായം പറയുന്ന ഒരു മുന്നണിയായിരുന്നില്ലേ? ഒറ്റ കാര്യം ചോദിക്കട്ടെ, LDF-ല് ബിനോയ് വിസ കമന്റ് ചെയ്തിട്ട് പോയി. എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ, ജനാധിപത്യമില്ല അത് പോട്ടെ, ആ മുന്നണിയിൽ ഏതെങ്കിലും നേതാക്കൾ പറയുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അന്തസ്സായ അഭിപ്രായം പറയാൻ കഴിയുന്ന ഇടതുമുന്നണി നേതാക്കളുണ്ടോ? ശരി, ഇടതുപക്ഷ ജനാധിപത്യ മുഖ്യമന്ത്രിക്ക് നേരെ അഭിപ്രായം പറയാൻ കഴിയുന്ന ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.